നമസ്തേ. നമ്മൾ വിശാരദ പൂർവാദിലെ നവീൻ ഗദ്യ ചൈനികയിലുള്ള 7ാമത്തെ പാഠം കഥാകാർ പ്രേംചന്ദ്, അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കഥാകാർ പ്രേംചന്ദ് എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ശ്രീ ശാന്തിപ്രി ദ്വിവേദിജിയാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ പരിചയം. हिंदी के सुप्रसिद्ध कवि, उपन्यासकार और निबंधकार श्री शांतिप्रिय द्विवेदी हिंदी साहित्य को अपनी अनमोल रचनाएं समृद्ध करने में सक्षम रहे. ഹിന്ദിയിലെ സുപ്രസിദ്ധ കവിയും നോവലിസ്റ്റും എസ്സേ റൈറ്ററുമായ ശാന്തിപ്രിയ ദ്വിവേദിജി ഹിന്ദി സാഹിത്യത്തിൽ തൻ്റെ വിലപിടിച്ച രചനകൾ കൊണ്ട് സമൃദ്ധമാക്കാൻ കഴിഞ്ഞു. सरल कोमल शब्द सुंदर भाषा तथा मधुर शैली उनकी अलग विशेषता है. സരളവും കോമളമായ വാക്കുകളും സുന്ദരമായ ഭാഷയും മധുരമായ ശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു വിശേഷതയാണ്. രചനായും ദിഗംബർ, ശരത്ചന്ദ്ര ആദി ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. സാരാംശ് കഥാകാർ പ്രേംചന്ദ് എന്നുള്ള പാഠത്തിൻ്റെ സാരാംശമാണ്. ഹിന്ദി സാഹിത്യके कहानी तथा उपन्यास सम्राट की जीवनी कथाकार प्रेमचंद से लेखक शांतिप्रिय द्विवेदी उनकी വിശേഷതാവും പ്രകാശ് ഡാൽത്തെ ഹെ. ഹിന്ദി സാഹിത്യത്തിലെ കഥകളുടെയും നോവലുകളുടെയും ചക്രവർത്തിയായ ജീവനി കഥാകാർ പ്രേംചന്ദിൻ്റെ കുറിച്ച് ലേഖകൻ ശാന്തിപ്രിയ ദ്വിവേദി അദ്ദേഹത്തിൻ്റെ വിശേഷതകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രേംചന്ദ് की शैली तथा रचना पर प्रकाश डालने वाला यह लेख रुचिकर बन पड़ा है. പ്രേംചന്ദിൻ്റെ ശൈലിയും രചനയിലും ചിത്രീകരിച്ചുകൊണ്ട് ലേഖത്തിൻ്റെ രുചിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. പ്രേംചന്ദ് की കല. പ്രേംചന്ദ് का जीवन कष्ट तथा अभावों में बीता. പ്രേംചന്ദിൻ്റെ ജീവിതം കഷ്ടത്തോടും വളരെയധികം അഭാവങ്ങളോടും കൂടിയാണ് കഴിഞ്ഞു പോയത്. ഇസ്ലിയെ ഗരീബി കാ സമ്പൂർണ്ണ അനുഭവം ഉനേം പ്രാപ്തത. അതിനാൽ ആ ദാരിദ്ര്യത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ അനുഭവങ്ങളും അദ്ദേഹത്തിന് പ്രാപ്തമായിരുന്നു. ഇസ്ലിയെ വേ ആൻസുവോം കെ കലാകാർ ബനെ. അതിനാൽ കണ്ണീരിൻ്റെ ഒരു കലാകാരൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. പ്രേംചന്ദ് की कला को हम നവീൻ രാഷ്ട്രീയ ചിത്രകല കഹ് സക്തെ. പ്രേംചന്ദിൻ്റെ കലയെ നമ്മൾ പുതിയ രാഷ്ട്രീയ ചിത്രകല എന്ന് പറയുന്നു. കങ്കാൾ ഔർ തിത്തലി മേ ഹം ഇസെ ദേഖ് സക്തെ. കങ്കാൾ കൂടാതെ തിത്തലി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നു. പ്രസാദ് ഔർ പ്രേംചന്ദ് की तुलना में प्रसाद का मूल संस्कृत साहित्य है और प्रेमचंद का मूल उर्दू साहित्य. ജയശങ്കർ പ്രസാദ് ജിയുടെയും പ്രേംചന്ദ് ജിയുടെയും താരതമ്യം ചെയ്യുന്ന സമയത്ത് പ്രസാദ് ജിയുടെ പ്രധാനമായിട്ടുള്ള സംസ്കൃത സാഹിത്യമാണെങ്കിൽ പ്രേംചന്ദ് ജിയുടേത് ഉറുദു സാഹിത്യത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പ്രസാദ് രാജ സംസ്കരൻ്റെ, പ്രേംചന്ദ് പ്രജാ സംസ്കരൺ. പ്രസാദ് ജി രാജഭരണത്തിൻ്റെ ഒരു ഉപജ്ഞാതാവാണെങ്കിൽ പ്രേംചന്ദ് ജി പ്രജകളുടേതായിരുന്നു. പ്രേംചന്ദ് കല और ജീവൻ दोनों को लेकर लिखा करते थे. പ്രേംചന്ദ് ജി കലയെയും ജീവിതത്തെയും രണ്ടിനെയും ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. പ്രസാദ് ഇതിഹാസ് പ്രേമി ഹെ തോ പ്രേംചന്ദ് ദേഹാത്തി ടഹർത്തെ ഹെ. പ്രസാദ് ജി ചരിത്രത്തെ സ്നേഹിക്കുന്നയാളാണെങ്കിൽ പ്രേംചന്ദ് ജി ഗ്രാമപ്രദേശങ്ങളിലാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പ്രേംചന്ദ് के नवीन साहित्य. പ്രേംചന്ദ് के नवीन साहित्य का प्रमुख कारण समाचार पत्रों का अध्ययन है. പ്രേംചന്ദിൻ്റെ പുതിയ സാഹിത്യത്തിൻ്റെ പ്രമുഖമായ കാരണം പത്രങ്ങളിലുള്ള ആ വായനയായിരുന്നു. उसके बाद उस अध्ययन को अंग्रेजी के माध्यम से अपने ही जीवन सदर में अन्य साहित्यों से स्थायित्व किया. അതിനുശേഷം അദ്ദേഹം അതിനെ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ മാധ്യമത്തിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ മറ്റുള്ള സാഹിത്യങ്ങളെ ഉറപ്പിച്ചു നിർത്തി. പ്രേംചന്ദിനെ സാഹിത്യ ഭാഷ ബി ലിഖി ഹെ ഔർ ആം ബോൾചാൽ കി ഭാഷ ബി. പ്രേംചന്ദ് ജി സാഹിത്യ ഭാഷയിൽ എഴുതിയിരുന്നു, കൂടാതെ സാധാരണ ജനങ്ങളുടെ ഭാഷയും. ഉൻസെ സാഹിത്യ ഗരിമ മിൽ ഗയി. അതിൽ സാഹിത്യത്തിൻ്റെ ആ മഹത്വം കാണാൻ കഴിഞ്ഞു. ഹിന്ദി ഗദ്യ और पद्य में एक नई भाषा खासकर गद्य में प्रेमचंद ने राष्ट्रभाषा की एक रूप दे दिया. ഹിന്ദി ഗദ്യത്തിലും പദ്യത്തിലും ഒരു പുതിയ ഭാഷ, പ്രത്യേകിച്ചും ഗദ്യത്തിൽ പ്രേംചന്ദ് ജി രാഷ്ട്രഭാഷയ്ക്ക് ഒരു രൂപം തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നു. പ്രമുഖ കലാകാർ ഹിന്ദി गद्य और पद्य में भाषा परिवर्तन का एक द्वार खोल रही है जिसके द्वार साहित्य की कला दैनिक जीवन में प्रवेश कर रही है.
ഹിന്ദിയിൽ ഗദ്യത്തിനും പദ്യത്തിൻ്റെയും ആ ഭാഷയിൽ മാറ്റമുണ്ടായിക്കൊണ്ട് അതിനായിട്ടൊരു വാതിൽ തുറക്കുകയുണ്ടായി. അതുവഴി സാഹിത്യത്തിൽ, ആ കലയിൽ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് അതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇസ്കേ കാരൻ പ്രേംചന്ദ് പ്രശംസനീയ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം പ്രശംസ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പ്രമുഖ് കലാകാർ ജനതാക്കെ ലക്ഷ്യ രഹേങ്കി. പ്രധാനപ്പെട്ട കലാകാരന്മാർ ജനങ്ങളുടെ ലക്ഷ്യമായിരിക്കും. മാധ്യമിക് കലാകാർ ഉപലക്ഷ്യം. ഇടയിൽ നിൽക്കുന്ന കലാകാരന്മാർ അതിൻ്റെ ഉപലക്ഷ്യവും. പ്രേംചന്ദ് പ്രമുഖ് കലാകാർ രഹി. പ്രേംചന്ദ് ജി പ്രമുഖ കലാകാരരായിരുന്നു. ജനതാക്കെ ലക്ഷ്യ രഹി. ജനങ്ങളുടെ ലക്ഷ്യവും ആയിരുന്നു. प्रेमचंद की कला के बारे में प्रकाश चंद्रगुप्त लिखते हैं, गोदान लिखने में प्रेमचंद जी की कला पूर्ण रूप से जागृति. പ്രേംചന്ദിൻ്റെ കലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചന്ദ്രഗുപ്ത് എന്ന് പറയുന്ന ലേഖൻ ഇപ്രകാരം എഴുതി. ഗോദാൻ എഴുതുന്നതിൽ പ്രേംചന്ദിയുടെ കലാപൂർണമായ രൂപം നമ്മൾക്ക് കാണാൻ കഴിയുന്നു. ഘടനാവും പർ മാനവ ചരിത്ര പർ വഹി അട്ടൽ അധികാർ. ആ സംഭവങ്ങളെ മനുഷ്യൻ്റെ ചരിത്രവുമായി വളരെയധികം ഉറച്ച അധികാരവും. ഭാഷാമേ കുച്ച് ഔർ ബി രസ ഔർ കവിത കാ ആഭാസ് ആ ഗയാ ഹേ. ഭാഷയിൽ കുറച്ച് വളരെയധികം മനോഹരമായ രസം കലർന്ന രീതിയിലും കവിതയുടെ ആഭാസവും കാണാൻ കഴിഞ്ഞു. ഗ്രാമ്യ ജീവൻ കെ പ്രതി കുച്ചധിക് ഉല്ലാസിക്ക. ഗ്രാമീണ ജീവിതത്തെപ്പറ്റി ധാരാളം ഉല്ലാസമായി കാണാൻ കഴിയുകയും ഹിന്ദിയിലെ പുതിയ കാവ്യധാരയുടെ കുറിച്ച് അദ്ദേഹം ഒരു നിറം പകരുകയും ചെയ്തു. ഗ്രാമീൺ സരസതാക്കെ പ്രതിനിധി. പ്രേംചന്ദ് നാഗരിക് നഹി ഗ്രാമീൺ ദേ. പട്ടണവാസിയായിരുന്നില്ല, ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു. സാഹിത്യക്കെ നാഗരിക് സംസ്കരണമേ ഗ്രാമീൺ സരസത ബി പ്രതിനിധി ദേ. ഗ്രാമീണ ജനങ്ങളുടെ ആ ലളിതത്തിലാണ് അദ്ദേഹം പ്രാതിനിധ്യം കൽപ്പിച്ചിരുന്നത്. प्रत्येक कहानीकार के भीतर एक कवि भी जागृत रहती है. प्रेमचंद के शैवा का तारल्दी है. ग्राम्य जीवन में जो कुछ भाव और अभाव रहता है, प्रेमचंद ने उन्हें बिना किसी दुराव के सामने. ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച് എന്തൊരു ഭാവവും അഭാവവുമാണ് ഉണ്ടായിരുന്നത്, പ്രേംചന്ദ് ജി അത് ഒരു ആഗ്രഹവും കൂടാതെ തന്നെ മുന്നിൽ വയ്ക്കുകയുണ്ടായി. യദി വേ നഗരോ മേം ഹി പൽക്കർ ബഡേ ഹുയേ ഹോത്തെ താതെ പ്രാകൃതിക് കവിത്വ ഓർ ബഹുത് ദൂർ ചൂട്ട് ജാത്ത. വളരെയധികം പ്രാകൃതമായ കവിത്വങ്ങൾ അദ്ദേഹത്തിൽ നിന്നും മാറിപ്പോവുകയും ചെയ്തു. ഭാരത് മാതാ കെ അതുൽ പുത്രോമേ കഥാകാർ പ്രേംചന്ദ് കാ നാം ആദർ സഹിത് ലിയാ ജാത്ത ഹെ. ഭാരത് മാതാവിൻ്റെ പ്രിയപ്പെട്ട വിലപിടിച്ച പുത്രന്മാരിൽ കഥാകാർ പ്രേംചന്ദിൻ്റെ പേര് ആദരവോടുകൂടി തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. ഹിന്ദി പ്രേമിയോം കെ മൻമേ കഥാകാർ പ്രേംചന്ദ് കാ സ്ഥാൻ സദാ ആദരണീയ രഹേഹ. ഹിന്ദി പ്രേമികളുടെ മനസ്സിൽ കഥാകാർ പ്രേംചന്ദിൻ്റെ സ്ഥാനം എന്നും ആദരവോടുകൂടി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.